പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ വാരത്തിൻ്റെ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ കൃപകൾ സഭയിലേക്ക് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരീശയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുക്കുരിശ് മരണത്തെയും പീഡാസഹനത്തെയും ഉയർപ്പിനെയെല്ലാം നമുക്ക് ധ്യാനിക്കാം. അന്ത്യത്തെ ആഴ്വിരുന്നിൽ കർത്താവ് നമുക്ക് നൽകിയ വലിയ മാതൃക, എളിമയുടെ മാതൃക, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ സംഭവം ഹൃദയത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും കർത്താവിന് തിരുമുമ്പിൽ വെച്ച് സ്വയം വിലയിരുത്തുവാനും നമ്മെ തന്നെ തിരുത്തുവാനും വിശുദ്ധീകരിക്കുവാനും ഇടയാകട്ടെ. അഴവേറിയൊരു മാനസാന്തരം തരണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ വളരെ ഭയഭക്തിയോടെ പങ്കെടുക്കാം. നമ്മുടെ സഹനങ്ങളും മുറിവുകളെല്ലാം കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെക്കും. ഒരു നിമിഷം എല്ലാവരും കരമങ്ങേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ആരാധന, സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധന. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുന്നു. മുറിവിനെ കർത്താവിന് തിരുമുറിവോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ വിഷമങ്ങൾ, വ്യക്തിപരമായ വിഷമങ്ങളെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കാം. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥാ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥാ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ മായ്ക്കാൻ നീ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ മിഴിനീരു മായ്ക്കാൻ നീ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥാ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥാ വരുമോ? കരങ്ങൾ ഉയർത്തുന്ന യേശുവേ, ആരാധന, ആരാധന, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, പ്രശ്നങ്ങൾ, മക്കളെ ഓർത്തുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിലുണ്ടായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയിക്കപ്പെട്ട അനുഭവങ്ങൾ, ഒത്തിരിയേറെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരും തന്നെ ഉണ്ടായിട്ടുള്ള ചതിക്കപ്പെടുന്ന അനുഭവങ്ങൾ, പീഡിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ എല്ലാം കർത്താവിനെ തിരുമുറിച്ചത്. ഈശോ എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തവനാണ്. നമ്മുടെ സഹനത്തിലേക്ക് നമ്മുടെ സഹനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അത് പ്രാർത്ഥിക്കാം. അന്യായമായെന്നെ വിധിച്ചവരോടു ചേർന്ന് അവഹേളിച്ചെന്നെ തളർത്തിയതാ. അന്യായമായെന്നെ വിധിച്ചവരോടു ചേർന്ന് അവഹേളിച്ചെന്നെ തളർത്തിയതാ. ചിരിച്ചും കൊണ്ടെന്നുടെ ചങ്കു തുളച്ചവർ എല്ലാവരോടും ഞാൻ പൊറുത്തിടുവാൻ. ചിരിച്ചും കൊണ്ടെന്നുടെ ചങ്കു തുളച്ചവർ എല്ലാരോടും ഞാൻ പൊറുത്തിടുവാൻ. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥാ വരുമോ? മുറിവേറ്റു പിടയും
പകരാനൻ നാഥാ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ജീവിതത്തിൽ ചില തിക്താനുഭവങ്ങൾ കടന്നു പോയിട്ടുള്ള മക്കള് ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടാകും. മറ്റാരോടും പങ്കുവയ്ക്കാനാവാത്ത ചില വലിയ പ്രശ്നങ്ങളിൽ കഴിയുന്നവരാണ്, രോഗാവസ്ഥയിൽ കഴിയുന്നവരാണ്. മക്കളാൽ തിരസ്കരിക്കപ്പെട്ട്, പ്രിയപ്പെട്ടവരാൽ തിരസ്കരിക്കപ്പെട്ട് കണ്ണുനീരിൻ്റെ ജീവിതം നയിക്കുന്ന മക്കളുണ്ട്. വലിയ കടബാധ്യത, വലിയ അപമാനം, നാട്ടിൽ പോലും നിൽക്കാൻ മേലാത്ത അവസ്ഥ, ചില പാപത്തിൻ്റെ തഴക്കദോഷത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എല്ലാവരും ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അരികത്തു നിന്നും അകലത്തു നിന്നും അലിവോടെ സ്നേഹം ചൊരിഞ്ഞവരാ, അരികത്തു നിന്നും അകലത്തു നിന്നും അലിവോടെ സ്നേഹം ചൊരിഞ്ഞവരാ, പ്രിയരെയെല്ലാം ഞാൻ ഓർക്കുന്നു നാഥാ, പകരം ഞാൻ എന്തിന്നു നൽകും? പ്രിയരെയെല്ലാം ഞാൻ ഓർക്കുന്നു നാഥാ, പകരം ഞാൻ എന്തിന്നു നൽകും? പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥാ, പാവന പ്രകാശം തൂകിടുനാഥാ. പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥാ, പാവന പ്രകാശം തൂകിടുനാഥാ. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥാ വരുമോ? മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥാ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? ഉള്ളം തകർന്നു ഞാൻ തേങ്ങിയിടവേ, മിഴിനീരുമായ്ക്കാൻ നീ വരുമോ? അമ്മേ, മാതാവേ, ഈ സമയം മുഴുവൻ അമ്മയുടെ വലിയ മധ്യസ്ഥം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ മുറിവുകളെ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മേ, ഞങ്ങളെല്ലാവരും ദൈവ കരുണ കൊണ്ടും കൃപ കൊണ്ടും നിറയാൻ പ്രാർത്ഥിക്കണം. അമ്മേ, ഞങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടുണ്ടാകും. ഇന്ന് ഒത്തിരി സൗഖ്യങ്ങൾ സംഭവിക്കാൻ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണം.
ആവേ മരിയ, 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 ആവേ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വലിയൊരു സൗഖ്യത്തിൻ്റെ ദിവസമായി നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനേക മക്കൾ മുറിവേറ്റവർ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുണ്ട്. ഒത്തിരിയേറെ പ്രയാസങ്ങൾ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയവരുണ്ട്, വലിയ മിസ്റ്റേക്കുകൾ ജീവിതത്തിൽ പറ്റിയവർ, അറിഞ്ഞോ അറിയാതെയോ മാരക പാപത്തിൽപ്പെട്ടു പോയവരുണ്ട്. ജീവിതത്തിൽ പല വിധത്തിലുള്ള വഴിമടഞ്ഞു നിൽക്കുന്നവരുണ്ട്. മുന്നോട്ട് പോകാനൊരു വഴിയില്ല, ജീവിതം ഒറ്റപ്പെട്ട് ഒരു തടവറയിൽ കഴിയുന്ന പോലെ മക്കളുണ്ട്. മദ്യപാനത്തിൻ്റെ അടിമത്വത്തിൻ്റെ തടവറയിൽ കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. പുകവലിയുടെ തടവറയിൽ കഴിയുന്ന മക്കളുണ്ട്. ജഡിക പാപങ്ങളുടെ തടവറയിൽ ഒരു ജയിലിൽ കിടക്കുന്ന പോലെ പുറത്തിറങ്ങാൻ പറ്റാതെ, അവർക്ക് സ്വയം പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതുപോലത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നവരുണ്ട്. ഒരുപാട് അപമാനങ്ങളുടെ നടുവിൽ കെട്ടിപ്പിടക്കുന്ന മക്കളുണ്ട്. കടബാധ്യത കൊണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളാൽ നടഞ്ഞ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ, ഒത്തിരിയേറെ ആത്മാർത്ഥത കാണിച്ച ആളുകളിൽ നിന്ന് തന്നെ ഒരുപാട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സഹനങ്ങൾ, പീഡനങ്ങൾ, അപമാനങ്ങൾ, ചതി, വഞ്ചന ഉണ്ടായതിൻ്റെ തീരാത്ത വേദനയാൽ കഴിയുന്ന മക്കൾ, ചിന്തിക്കുമ്പോഴൊക്കെ വലിയ ആഴമേറിയ ദേഷ്യവും വിഷമവും ഭയവും ഉത്കണ്ഠകളും അനുഭവിക്കുന്ന മക്കളുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ പിശാച് അവൻ പർദീസായിൽ കയറിച്ചെന്ന് ആദ്യ മനുഷ്യനെ, ഹവ്വായെ, പാപത്തിൻ്റെ പഴം ഭക്ഷിപ്പിച്ച കൊടുത്ത ആ നിമിഷം മുതലാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പാപവും പാപത്തിൻ്റെ വേദനമായ റോമാലേഖനം 6:22 പറയുന്ന പോലത്തെ മരണവും, എന്നുവെച്ചാൽ ഒരു മുറിവും സഹനവും തകർച്ചകളും പ്രശ്നങ്ങളും ഒരുപാട് ബാധ്യതകളും സംഭവിക്കുന്നു. മനുഷ്യൻ്റെ കാൽക്കുലേഷൻസ് മുഴുവൻ തെറ്റുകയാണ്, മാത്തമാറ്റിക്സ് തെറ്റുകയാണ്. അവൻ കണക്കുകൂട്ടുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നില്ല. അവൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റ്, കാരണം അവൻ അറിവില്ലാത്തവനായി മാറും. എൻ്റെ അറിവെല്ലാം തന്നെ തെറ്റായ അറിവുകളായിട്ട് മാറും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാൽ വലഞ്ഞൊരു സമൂഹമാണെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കുണ്ടെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു മുറിവുകൾ മൂലം ഉണ്ടായിരിക്കുന്ന ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ, രോഗങ്ങൾ, തീരാവ്യാധികൾ, പാരമ്പര്യ രോഗങ്ങൾ, മാനസിക രോഗം പോലത്തെ വലിയ പാരമ്പര്യ രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കൂടെ കൂടെ ഉണ്ടാകുന്ന പൈശാചിക പീഡ, അപകടങ്ങൾ, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, രക്ഷപ്പെടാൻ മേലാത്ത അവസ്ഥ. ഒരു നല്ല കുടുംബം ഉണ്ടാകണം, നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ചിലർക്ക് അത് സാധിക്കുന്നില്ല. ഒത്തിരിയേറെ പ്രതീക്ഷയോടെ ആരംഭിച്ച വിവാഹം തുടങ്ങിയപ്പോൾ തന്നെ കല്ലുകടിയായി, ഒരുപാട് പ്രശ്നങ്ങളായി. അപ്പോൾ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ, ചില വിഷമങ്ങൾ, കുടുംബകലഹങ്ങൾ, എവിടെയെങ്കിലും കരകയറാമെന്ന് വെച്ച് കരുതി ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഒരുപാട് തിരിച്ചടികളുടെ അനുഭവങ്ങൾ, പരാജയങ്ങൾ, പരീക്ഷയ്ക്ക് പ്രശ്നങ്ങൾ, വിസയുടെ പ്രശ്നങ്ങൾ, വിദേശത്ത് നിന്നപ്പോൾ ഉണ്ടായ ചില ബന്ധങ്ങളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ, നല്ല സുഹൃത്തുക്കളെന്ന് കരുതി ചിലർ കൂടെ പോയി, അവസാനം അതൊരു നാശത്തിൻ്റെ വഴിയായി തീർന്നു. ഇപ്പോൾ അതിൽ നിന്ന് കരകയറാൻ പോലും ആഗ്രഹിച്ചാൽ പോലും നടക്കില്ലാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന
ഒരു ജയിൽവാസം അനുഭവിക്കുന്ന മക്കളെ പോലെ ഒരുപാട് പേര്. വിശുദ്ധരുടെ തിരുനാളുകളും വിശുദ്ധരുടെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ, വിശുദ്ധരോടുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ഒരേപോലെ ആകണമെന്നിങ്ങനെ ആഗ്രഹിക്കുന്നു, പക്ഷേ സാധിക്കാത്തൊരവസ്ഥ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കർത്താവേ, ഈ സഹനത്തിന്റെ നടുവിലും വിഷമഘട്ടത്തിലും ചിലപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങേക്കെതിരെ പിറുപിറുക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ദൈവമേ ഞങ്ങൾ നിന്നെ അത്യഗാധമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ദേഷ്യ വിഷമം ഉണ്ടെങ്കിലും നമ്മളിടയ്ക്ക് പള്ളിയിൽ പോകും, ദേവാലയത്തിൽ നിന്ന് കരയും. നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ തിരുവോസ്തിയുടെ മുമ്പിലൊക്കെ കണ്ണുനീരൊഴുക്കും. കാരണം ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് അതറിയാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകാൻ, അവൻ്റെ ഹിതമനുസരിച്ച് വളരാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. ആ മുറിവുകൾ ചില സമയത്ത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. ചിലപ്പോൾ വലിയ കോപം നമുക്കുണ്ട്, ദേഷ്യമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾ കാരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കളഞ്ഞത്. ചില ആളുകൾ, ചിലപ്പോൾ അയൽക്കാരാണ്. ചിലപ്പോൾ നമ്മൾ കരുതുന്നു ചില ആൾ മന്ത്രവാദം ചെയ്തതുകൊണ്ട്, കൂടോത്രങ്ങൾ ചെയ്തതുകൊണ്ട്, ചില ആൾ മനഃപൂർവ്വം പെരുമാറിയതുകൊണ്ട് ഒക്കെ സംഭവിച്ചത്. ചില ആൾ അസൂയ കൊണ്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളിൽ വലിയ വെറുപ്പ്, അവരെ നശിപ്പിക്കണം. ചില സമയത്ത് കയറി വരുന്നു, അവരെ കൊന്നുകളയണം, അവരെ സുഖിക്കുകയാണ്. എന്നെ ഉപദ്രവിച്ച് എന്നെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ അവർ ഭയങ്കര ആഘോഷമായിട്ട് ജീവിക്കുന്നു. അവർ വീട്ടിൽ ആഘോഷങ്ങൾ നടക്കുന്നു. എനിക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു അനീതിയാണ് അവരെന്നോട് കാണിച്ചത്. എന്നിട്ട് അവരിപ്പോൾ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള തീരാത്ത മുറിവുകളും പ്രശ്നങ്ങളും കൊണ്ട് നിറഞ്ഞ നമ്മുടെ കലുഷിതമായ ഒരു കടൽ പോലെ, അതല്ലെങ്കിൽ ഇളകി മറിയുന്ന ഒരു കടൽ പോലെ നിൽക്കുന്ന മനസ്സിൻ്റെ മേലെ ഇന്ന് കർത്താവിനോട് നടക്കാൻ നമുക്ക് ആവശ്യപ്പെടാം. ബൈബിളിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നാണ് ഈശോ കടലിന് മീതേ നടക്കുന്നു. ഇളകി മറിയുന്ന കടൽ തിരയുടെ മുകളിലൂടെ നടന്നതിനെ ശാന്തമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഇളകി മറിയുന്ന മനസ്സുകൾ, വീടുകളുടെ മുകളിലൂടെ അതിലൂടെ അങ്ങ് നടന്നു വന്ന് അതിനെ ശാന്തമാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ വിഷമത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണമേ. ഞങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ കാലം തരണമേ. ഞങ്ങളുടെ കുടുംബത്തിനൊരു സമാധാനം തരണമേ. നമുക്ക് തീക്ഷ്ണമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് വരും. യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായം, നമുക്കറിയാം 6-ാം അധ്യായം തുടങ്ങുന്നതന്നെ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. 5 ബാർലിയപ്പവും 2 മീനും ഈശോ അതെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ മീനും വേണ്ടത്ര നൽകി. വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിക്കുന്ന വലിയൊരു മിറക്കിൾ ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുന്നു. ഈശോ വിശന്നിരിക്കുന്ന ജനത്തെ കരുണയോടെ നോക്കി അവരെ ആശ്വസിപ്പിക്കുന്നതിനായി ഈശോ. അതിനുശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയെ പിടിച്ചവരെല്ലാവരും കൂടി രാജാവാക്കാൻ തുടങ്ങുമ്പോൾ ഈശോ എന്ത് ചെയ്യുന്നുണ്ട്? ഈശോ വരുന്ന പിൻവാങ്ങി തന്നെ മലമുകളിലേക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പോകും. ഈശോ പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ പോവുക. തുടർന്ന് യോഹന്നാൻ 6:16 മുതൽ വചനം, വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവരൊരു വള്ളത്തിൽ കയറി കടലിനക്കരെ കപ്പർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നുകൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതേ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ടവർ ഭയപ്പെട്ടു. അതെ, ഇളകി മറിഞ്ഞുകൊണ്ടിരുന്ന കടലിൻ്റെ മീതേ നടന്നു വന്നതിനെ ശാന്തമാക്കുന്ന ദൈവം നമ്മുടെ അടുത്തേക്ക് വരിക. ഇന്ന് വരട്ടെ. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് കർത്താവ് എല്ലാവരുടെ അടുക്കിലേക്ക് വരട്ടെ. ഇളകി മറിയുന്ന ജീവിതങ്ങൾ, കടബാധ്യത കൊണ്ട് ജീവിതം തകർന്ന് ജപ്തിയൊക്കെ വന്ന് പ്രശ്നങ്ങളായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, മരിച്ചുപോയാലോ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥ, സൂയിസൈഡ്, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ചില ചിന്തകളാന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കണം. ആ കടലിന് മീതെ നടന്നു വന്ന് കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കിയ ദൈവം
ഇളകി മറിയുന്ന കടലിനെ ശാന്തമാക്കിയ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മുകളിലൂടെ കടന്നു വരട്ടെ. എല്ലാ മേഖലയിലൂടെ ഈശോ നടന്നു വന്ന് ശാന്തമാക്കുന്ന ഒരു നല്ല ദിനമായിട്ട് ഇത് മാറട്ടെ. അതിനും പറയുന്നു, 25-30 സ്ഥാദിയോൺ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞ്, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ച് പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. അതെ, കാറ്റ് ഇവിടെ പറയുന്നുണ്ട്, ശക്തിയേറിയ കാറ്റടിച്ചിരുന്നുകൊണ്ട് കടൽ ശോഭിച്ചിരുന്നു. ആ ശോഭിച്ചടുത്ത് ഈ കർത്താവ് ശോഭിച്ച ജീവിതങ്ങൾ, ശോഭിച്ച സാഹചര്യം. കേരള സഭയും സഭയൊക്കെ ചിലപ്പോൾ കലുഷിതമായ സാഹചര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ വിളിക്കണം, കർത്താവേ വരണമേ, കർത്താവ് വേഗം വരണമേ, മാറാനാത്ത കർത്താവ് വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ. സങ്കീർത്തനം 55-22 വചനമുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഈ സമയത്ത് നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് ദൈവിക ഇടപെടലുകൾ കാണാനും അനുഭവിക്കാൻ നമുക്ക് പറ്റുക. ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റപ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 18-19 വചനം ഇപ്രകാരം പറയുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങളുടെ നടുവിൽ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക. രാമം പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. യാമങ്ങളുടെ ആരംഭം എന്ന് പറയുന്ന പലപ്പോഴും പറയാറുണ്ട്, രാവിലെ 3 മണി സമയമൊക്കെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കണം. എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവ് വരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിങ്ങളുടെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. വിലാപങ്ങളുടെ പുസ്തകത്തിലെ വചനമാണ്. ഇസ്രായേൽ ജനത്തിന്റെ വിലാപങ്ങളുടെ കാലഘട്ടം, കണ്ണുനീരിന്റെ കാലഘട്ടം, അവർ ഭവനവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കാലഘട്ടം, സ്വന്തമെന്ന് പറയാനുള്ള എല്ലാം നഷ്ടപ്പെട്ട് അവർ ബാബിലോണിന്റെ രാജാവിന്റെ അടിമകളായി ജീവിക്കുന്ന കാലഘട്ടം, ഭക്ഷിക്കാനൊന്നുമില്ലാത്തപ്പോൾ നിലത്തുനിന്ന് മണ്ണുവാരി തിന്ന കാലഘട്ടം, ഒരുപാട് വേദനയുടെയും വിലാപങ്ങളുടെയും കണ്ണുനീരിൻ്റെയും കാലഘട്ടത്തിൽ അവരുടെ ഇടയിലൂടെ നടന്നുപോയ പ്രവാചകന്മാരുണ്ട്. ജെറമിയ പോകുന്നുണ്ട്, യെശയ്യാ പോകുന്നുണ്ട്, എസെക്കിയേലൊക്കെ അതിന് കാരണക്കാരായി തീരുന്നുണ്ട്. ഈ പ്രവാസ കാലഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്, വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ ദൈവത്തെ വിളിക്കുക. വരും, ദൈവം വരും, വിശ വരും, ഉറപ്പാണ്. സംശയിക്കരുത്, ഭയം കൂടെ സംശയം കൂടാതെ പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടാൻ വൈകുമ്പോൾ എന്താണ് ദൈവം വൈകുന്നത് നമ്മൾ ചോദിക്കും. ബൈബിളിൽ ചില സംഭവം ദൈവം വൈകുന്നത് കാണാൻ പറ്റും. അത് ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി. ലൂക്കാ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 24 വരെയുള്ള വചനം വായിച്ചു വരുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, സഖറിയ ദേവാലയത്തിൽ ബലിപീഠത്തിനരികെ, സ്നാപകന്റെ പിതാവായ സഖറിയ ദേവാലയത്തിൽ ബലിപീഠത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ധൂപാർച്ചന നടത്തുന്നതാണ് അവൾ കണ്ടുമുട്ടുന്നത്. വൃദ്ധനാണ്, വൃദ്ധനായ മനുഷ്യൻ. എലിസബത്ത് വന്ധ്യയാണ്, പ്രായം കവിഞ്ഞവളുമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവദൂതൻ ബലിപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായിട്ട് സഖറിയ കാണുന്നത്. അതേ, ദൈവം അവനത്രയും എന്തുകൊണ്ട് മക്കളെ കൊടുത്തില്ല, പെട്ടെന്ന് കൊടുത്തില്ല. നമ്മളൊക്കെ ചിന്തിക്കും, ഇതിനിത്രയും താമസിക്കുന്നു, ദൈവത്തിന് എന്തുകൊണ്ട് ഇത്രയും താമസം എന്തുകൊണ്ടാണ്? ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-10 വചനം, പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സഖറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ
അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. അതെ, അതുകൊണ്ടാണ് അവിടെ വെച്ച് അവൻ വാഗ്ദാനം കൊടുക്കുമ്പോൾ സക്രിയയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പ്രായപൂർത്തിയായി, ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുക, പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഐ കനോട്ട് ബിലീവ് ഇറ്റ്. ദൈവത്തിൻ്റെ സമയം അതാണ്. ദൈവം പ്രവർത്തിക്കും. അത്രയും നാളും കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സമയമാണ്, ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. മക്കൾ, ഒരിക്കലും ദൈവം ഉപേക്ഷിക്കില്ല. ബൈബിൾ ഏറ്റവും വലിയ വചനങ്ങളൊന്ന് റോമാലേഖനത്തിൻ്റെ 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം മുൻകൂട്ടി അറിഞ്ഞ് സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരായ ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവേ, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്. അവർ എൻ്റെ ജീവനെ തേടുന്നു. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞെന്താണെന്ന്: ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗവും ഇക്കാലഘട്ടത്തിലുണ്ട്. ഏലിയ പ്രവാചകൻ അസ്വസ്ഥപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ദൈവം പറയാം, വചനം പറയാം, ദൈവം തൻ്റെ ജനത്തെ, സ്വന്തം ജനത്തെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, പരിത്യജിച്ചിട്ടില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും മനസ്സിലാക്കേണ്ടത്, നീ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. മാമോദീസ ജലം നിന്റെ മേൽ വീണിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിച്ചതാണ്. ദൈവാരൂപി നിന്റെ ഉള്ളിലുണ്ട്. നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിന്റെ പദ്ധതിയിലുള്ള വ്യക്തിയാണ്. ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇത് വിശ്വസിക്കുക. ഇസ്രായേൽ ജനതയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്ത് അതിനുശേഷമാണ് അവർ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പം അത് വലിയൊരു അത്ഭുതമാണ്, വലിയ സംഭവമാണ്. അവിടെ കണ്ടുമുട്ടുന്നത് മോശ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്നും കാനാൻ ദേശത്ത് കയറുന്നത്, ഈ ഭൗതിക കാനാൻ ദേശത്ത് കിട്ടുന്നില്ല. ഈ ബൈബിളിൽ എപ്പോഴും പ്രത്യേകതയുണ്ട്. ദൈവം കൊടുക്കുന്ന വാഗ്ദാനം അത് നിറവേറുന്നതൊരിക്കലും ഒരു വ്യക്തിയിലൂടെയല്ല, തലമുറകളിലൂടെയാണ് ദൈവം നിറവേറ്റുന്നത്. അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട്, ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങൾ, എന്തോരം നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെ നിനക്ക് മക്കളെ തരും. കടൽത്തീരത്തേക്ക് നോക്കാൻ പറഞ്ഞു, മണൽത്തരികൾ കണ്ട്, ഇതുപോലെ നിനക്ക് മക്കൾ ജനിക്കും. പക്ഷെ കൊടുത്തത് ഒരു കൊച്ചിനെ, ഒരു മകനെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം തലമുറകളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ ദൈവം നിറവേറ്റുന്നത്. ഇത് നോക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന സഭയുടെ എണ്ണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിച്ചു. ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറയുന്ന ഒരു വലിയ ജനത ലോകത്തിലുണ്ടായി. അത് വാഗ്ദാനം നിറവേറുന്നത് തലമുറകളിലൂടെയാണ്, ഒരു വ്യക്തിയിലൂടെയല്ല. അത് നിങ്ങൾക്കുള്ള ദൈവം നിങ്ങളോട് പറയുന്ന ചില വാക്കുകൾ, വചനങ്ങൾ, വാഗ്ദാനം നിറവേറുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ മക്കളിലൂടെ ആയിരിക്കും ദൈവം വാഗ്ദാനം. പക്ഷെ ദൈവം പൂർത്തീകരിക്കും. ദൈവം അത് തീർച്ചയായിട്ടും പൂർത്തീകരിക്കും. വിശ്വസ്തനാണ് ദൈവം, വിശ്വസിക്കണം. ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല, കാത്തു സൂക്ഷിക്കുന്ന ദൈവം. എന്നാൽ അതേസമയം തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ ദൈവം കൊണ്ടുപോകുമ്പോൾ സഹനത്തിന്റെ പാതയിലൂടെ കൊണ്ടുപോകാറുണ്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു തന്നതാണ്, 40 വർഷം മരുഭൂമി അനുഭവം എന്തിനു കൊടുത്തു? അവർ ദൈവത്തെ പരീക്ഷിച്ച കാലഘട്ടം, ദൈവം അവരെ പരീക്ഷിച്ച കാലഘട്ടം, ഒരു ഫോർമേഷൻ പീരീഡ് ആയിരുന്നു. ശുദ്ധീകരണത്തിന് നാളുകളാണ്. അവരെ ഒരു വിശ്വാസം ഉറപ്പിക്കുന്ന കാലഘട്ടം, കൃപ നിറയ്ക്കുന്ന കാലഘട്ടം. ആ ദൈവം അവരെ ഒരു നഴ്സറിയിൽ നമ്മൾ ചില ചെടികൾ വളർത്തുന്നത് പോലെ അത് പരിപാലിച്ച് സംരക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. അവർ കൂടെ ദൈവം നടന്നുകൊണ്ട് ദൈവം അവരെ നടത്തുകയാണ്. ആ പ്രമാണങ്ങളൊക്കെ കർശനമായി പാലിക്കാൻ പറയുക. കാരണം ഇതെല്ലാം കഴിഞ്ഞ് ഒരുക്കിയിട്ടാണ് അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുക. ആ സമയത്ത് മോശയ്ക്ക് കയറാൻ പറ്റുന്നില്ല. മോശ കയറേണ്ട ആവശ്യമില്ലത്. മോശയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം നിറവേറുന്ന തലമുറകളിലൂടെയാണ്. അതുകൊണ്ട് എത്തുന്ന അവസാനം കർത്താവായ യേശു ക്രിസ്തുവിലാണ് വാഗ്ദാനങ്ങൾ മുഴുവൻ, പ്രവചനങ്ങൾ മുഴുവനും, വെളിപാടുകൾ മുഴുവനും വന്ന് പൂർത്തീകരിച്ച് നിൽക്കുന്നത് കർത്താവായ ഈശോ മിശിഹായിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ആ ഈശോ മിശിഹായിൽ രൂപപ്പെടുന്ന തിരുസഭ,
അതും ഇങ്ങനെ തലമുറകളിലൂടെയാണ് ദൈവം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്നും നമ്മുടെ കൈകളിലൂടെയല്ല, എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി. നമുക്ക് പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന അത്രയും ചെയ്താൽ മതി. ബാക്കി ദൈവം അടുത്ത തലമുറകളിലൂടെയാണ് ആ വാക്കുകൾ, വാഗ്ദാനം നിറവേറ്റി ദൈവം തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കുന്നത്. അത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇറ്റ്സ് എ മിസ്റ്ററി, ഒരു ഡിവൈൻ മിസ്റ്ററിയാണ്, ദൈവിക രഹസ്യമാണിത്. വീണ്ടും തിരിച്ചു വരിക. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 40 വർഷത്തെ മരുഭൂമി അനുഭവം സഹനത്തിൻ്റെ നാളുകൾ, ശുദ്ധീകരണത്തിന് ആളുകൾ. തിരഞ്ഞെടുക്കപ്പെട്ടവനെ പോലും ദൈവം ഒരു ശുദ്ധീകരണത്തിലൂടെ കൊണ്ടുപോകും. നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ ദൈവം ചില ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്യും. നമുക്ക് പോലും അറിയില്ല ദൈവം എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:10 പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, സഹനത്തിന്റെ തീച്ചൂളയിൽ, കഷ്ടതയുടെ തീച്ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. അത് എനിക്ക് വേണ്ടി മാത്രമാണ്. ദൈവം തെരഞ്ഞെടുത്ത നമ്മളെ ദൈവം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കൊണ്ടുപോകുന്ന കാലഘട്ടം. സഭയ്ക്ക് നാളുകളുണ്ടാകുന്ന എല്ലാ പീഡനങ്ങളെയും ചുരുക്കി വായിച്ചാൽ ദൈവം നമ്മെ, സഭയെ ഒന്നടങ്കം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നെല്ലും പതിരും തമ്മിൽ വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ തുടങ്ങിയത് നമ്മുടെ മുറിവുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മുറിവുകളെ കർത്താവിൻ തിരുമുറിവിനോട് ചേർത്ത് വെക്കുക. നിങ്ങൾ സുഖം പ്രാപിക്കുക. ഏറ്റവും വലിയ രോഗം ശരിക്കും മനുഷ്യന്റെ ജീവിതത്തിലെ രോഗം ശരീരരോഗമല്ല, മനസ്സിന്റെ രോഗം. ആത്മാവിന് രോഗത്തിന്റെ പ്രതിഫലനങ്ങളാണ് ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന രോഗങ്ങൾ പലതും. ആത്മാവിൻ്റെ രോഗം, അതാണ് പാപം. പാപം എന്നത് ഒരുവന്റെ ആത്മാവിനെ പിടിച്ചിരിക്കുന്ന തീരാവ്യാധികൾ, മാരകരോഗം, മാറാരോഗം പോലെ ആത്മാവിൻ്റെ രോഗമാണ് പാപം. ആത്മാവിനെ ബാധിക്കുന്ന രോഗപീഠ, വെറുപ്പ്, വിദ്വേഷം, അഹങ്കാരം, അസൂയ, കലഹം, ജഡിക പാപം, വക്രത, കുറ്റം പറച്ചില്, പരദൂഷണം, നശിപ്പിക്കാനുള്ള പ്രവണത, ഇല്ലാതാക്കാനുള്ള ഈ പ്രവണതകളൊക്കെ നമ്മളുണ്ടെങ്കിൽ, ധനമോഹം, അന്ധവിശ്വാസങ്ങൾ, മന്ത്രവാദത്തിൻ്റെ പ്രവർത്തനങ്ങൾ, കൂടോത്ര ക്ഷുദ്രവിദ്യയുടെ പ്രവർത്തനങ്ങൾ, സുഖഭോഗങ്ങൾക്ക് വേണ്ടി പോകുന്ന വഴികൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതികൾ, പറയാൻ പോലും കുറ്റത്തെ വ്യഭിചാര തിന്മയുടെ മേഖലകൾ, അശുദ്ധിയുടെ മേഖലകൾ, വലിയ തിന്മകളാണ്. തിന്മകൾ പെരുകയാണ്. ഇതെല്ലാം ആത്മാവിൻ്റെ രോഗങ്ങളാണ്. ആത്മാവിനെ മരണത്തിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുന്ന രോഗപീഠകളാണ്. ആ പാപത്തിന്റെ മേഖല അല്ലെ ആ രോഗം, ആത്മാവിന് രോഗം സുഖം പ്രാപിക്കുമ്പോൾ ഇതിന്റെ മനസ്സിന് സൗഖ്യം ഉണ്ടാകും. ഇതിന്റെ മനസ്സിന് സൗഖ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ശരീരത്തിൽ അടയാളങ്ങളുള്ള രോഗശാന്തികൾ ഉണ്ടാകും. പൈശാചിക ശക്തികൾ വിട്ടുപോകും. ആണ് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു നല്ല കുമ്പസാരം നടത്താനാണ്. ഈ നോയമ്പ് കാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ, വിശുദ്ധ വാരത്തിന്റെ ദിനങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു നല്ല കുമ്പസാരം നടത്തുകയും തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും കർത്താവ് നൽകുന്ന പാപമോചനം സഭയിലൂടെ വാങ്ങിക്കുകയും ചെയ്യണം, സ്വന്തമാക്കുകയും ചെയ്യണം. തിരുസഭയിലൂടെ നൽകുന്ന പാപമോചനം നീ സ്വന്തമാക്കണം. അങ്ങനെ നിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. നിന്റെ ആത്മാവ് സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ മനസ്സിന് സൗഖ്യം കിട്ടും. പാപത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആസക്തിയുടെയും അഹങ്കാരത്തിൻ്റെ ഒക്കെ ബന്ധനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, അത് പുറത്തു കിടക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിന്റെ മനസ്സിൽ ഭയങ്കര ആഹ്ലാദമുണ്ടാകും. നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയുടെ പ്രവർത്തനം, കർത്താവ് നിന്റെ കൂടെ നടക്കുന്ന നിനക്ക് അനുഭവിക്കാൻ പറ്റും. ദിവസവും തിരിച്ചറിയാൻ പറ്റും. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റും. നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഒരു നിമിഷം കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം കർത്താവേ, സ്തോത്രം കർത്താവേ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ബന്ധനമൊത്തമായിട്ട് ഞാൻ പലപ്പോഴും ഇവിടെ ധ്യാനത്തിൽ ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന വലിയ അത്ഭുതങ്ങൾ കാണുന്നപ്പോഴും വലിയ കുമ്പസാരം നടത്തി ആ കർത്താവിൽ നിന്ന് പാപമോചനം മേടിച്ചെടുത്ത് ഈ ആത്മാവിന് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ
അവർ ശരീരത്തിൽ രോഗശാന്തികൾ ഉണ്ടാകുന്നവർ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കപ്പെടും, നല്ല കുമ്പസാരം കഴിച്ചല്ലേ? ഇവിടെ നല്ല കുമ്പസാരം കഴിഞ്ഞു, അതിനുശേഷമാണ് എൻ്റെ ക്യാൻസർ വിട്ടുപോയത്, അതിനുശേഷമാണ് എൻ്റെ കൈകാലുകൾക്ക് ബലം പ്രാപിച്ചത്, അതിനുശേഷം എൻ്റെ ട്യൂമർ സൗഖ്യപ്പെട്ടു, അതിനുശേഷം എന്നിൽ പൈശാചിക ബന്ധനം അഴിഞ്ഞു പോയി, എൻ്റെ ജോലി തടസ്സങ്ങൾ മാറി, വിവാഹ തടസ്സങ്ങൾ മാറി, എൻ്റെ മുന്നോട്ടൊരു പ്രകാശമായി, ഒരു പ്രത്യാശയായി. എനിക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഉദാസകൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് മറ്റുള്ളവരെ ഇച്ചിരി കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവരെ കുറേ കൂടെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ആത്മാവ് സൗഖ്യപ്പെട്ടപ്പോൾ എൻ്റെ ശരീരത്തിലും മനസ്സിലും എല്ലാം അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. സങ്കീർത്തനം 32:1 മുതൽ 7 വചനം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അവിടുത്തെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂട് കൊണ്ടതുപോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപങ്ങൾ ഞാൻ അവിടുത്തോട് ഏറ്റു പറയുമെന്ന് പറഞ്ഞു. എൻ്റെ പാപങ്ങൾ ഞാൻ അവിടുത്തോട് ഏറ്റു പറഞ്ഞു. അവിടെ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ആപത്തിലും കഷ്ടതയിലും കഴിയുന്നവർ കർത്താവിനോട് നിലവിളിക്കട്ടെ, പാപങ്ങളോട് അനുദപിക്കട്ടെ, അപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദാവീദ് വലിയൊരു തെറ്റ് ചെയ്തു പോയി. പിന്നെ അവനോർത്ത് ഭയങ്കര കുറ്റബോധം, പശ്ചാത്താപവനുണ്ടായി. അവൻ ദേവാലയത്തിൽ പോയി ഒരു കണ്ണുനീരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനം 51 അവൻ്റെ ഒരു അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണത്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, ദയാപൂരിൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, ഉത്ഭവം മുതലേ ഞാൻ പാപിയാകുന്നു, അവിടുത്തെ ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, ഞാൻ ശുദ്ധിയുള്ളവനായിത്തീരും, അവിടെ നിന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായിത്തീരും, അവിടെ പരിശുദ്ധാത്മാവിനെ എന്നെ എടുത്തു കളയരുത്. ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറഞ്ഞൊരു നുറുങ്ങിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഇതൊക്കെ പറയുമ്പോൾ അവനങ്ങനെ അനുദപിച്ചു കഴിയുമ്പോൾ ദൈവം അവൻ അത്യധികം കരുണ കാണിച്ചു. ദൈവനോട് ക്ഷമിച്ചു. അവൻ്റെ മനസ്സ് സുഖം, അവൻ്റെ ആത്മാവിന് പാപമോചനം കിട്ടിയപ്പോൾ ആത്മാവിലെ പാപക്കറകൾ കർത്താവ് മായ്ച്ചു കളയുമ്പോൾ അതോടെ അവൻ വീണ്ടും അവൻ ശക്തിപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അവൻ ജനത്തെ നയിക്കുന്ന കാണാൻ പറ്റും. നല്ലൊരു രാജാവായിട്ട് മാറുന്ന കാണാൻ പറ്റും. അവനെ ദൈവം അനുഗ്രഹിക്കുന്ന കാണാൻ പറ്റും. പിന്നെ ആ യുദ്ധത്തിൽ വിജയം കൊടുക്കുന്ന കാണാൻ പറ്റും. ഒരുപാട് ആത്മീയ കീർത്തനങ്ങൾ അവൻ ആലപിക്കുന്ന കാണാൻ പറ്റും. അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങൾ നീങ്ങിപ്പോയപ്പോൾ പിന്നെ വലിയൊരു ശക്തിയോടെ അവൻ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി അവൻ അധ്വാനിക്കുന്നത് കാണാൻ പറ്റും. നല്ലൊരു ഇടയനായിട്ട് മാറുന്ന കാണാൻ പറ്റും. അതിന് കാരണം ആ ഒരു പാപമോചനം കിട്ടിയതുകൊണ്ടല്ലേ. അത് നമ്മുടെ ജീവിതത്തിൽ ചില കുറ്റബോധങ്ങൾ കിടപ്പുണ്ടാകാം, മായാത്ത ചില മുദ്ര പോലെ ചില വിഷമങ്ങൾ കിടപ്പുണ്ടാകാം. ആ മുറിവുകളെ നമ്മൾ ദൈവസന്നിധിയിൽ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വെറുപ്പും വിദ്വേഷവും നമ്മൾ വെച്ച് പുലർത്തിയാൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഈ വിശുദ്ധവാരത്തിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്തുക, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ഓശാന ഞായറാഴ്ചത്തെ പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ പെസഹാ വ്യാഴത്തിൻ്റെ ദിനത്തിൽ ദുഃഖവെള്ളിയുടെ കർത്താവിൻ്റെ സഹനപീഡാനുഭവങ്ങളെ സഭ മുഴുവനും ആചരിക്കുന്ന സമയത്ത് സഭയോട് ചേർന്ന് കർത്താവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ട് അതിനുശേഷം സഭയോട് ചേർന്ന് നമ്മൾ ആ മാമോദീസയൊക്കെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ നമുക്ക് കിട്ടിയ മാമോദീസ, ഈശോയുടെ മരണത്തിലും സംസ്കാരത്തിലും ഉത്ഥാനത്തിലും പങ്കുപറ്റുന്ന മാമോദീസയെക്കുറിച്ചെല്ലാം ദുഃഖശനിയാഴ്ച ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ച ആ പുതുജീവനയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉയർപ്പിൻ്റെ ജീവിതത്തിലേക്ക്, ഈശോയുടെ ഉയർപ്പിൽ നമുക്ക് ഉൾച്ചേരാം, പങ്കുചേരാം. നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആ കർത്താവിൻ്റെ ഒത്തിരിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യണം. അവിടെ മുറിവുണ്ടെങ്കിൽ പറ്റില്ല. അത് സമൂഹം മുറിവേറ്റ സമൂഹമാണ്. ആ മുറിവ് അപാരമായ മുറിവ്, ഇത് കഠിനമായ കഠോരമായ മുറിവുകൾ. ആ മുറിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. ഒറ്റ വഴിയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുറിവേറ്റവനിലേക്ക് നോക്കുക. വിശുദ്ധ ബ്രിജിത്തിന് കർത്താവ് തൻ്റെ തിരുമുറിവുകൾ വെളിപ്പെടുത്തിയെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ആ മകൾ പറയുന്നതനുസരിച്ച് 4000-ലധികം മുറിവുകൾ കർത്താവിന് ശരീരത്തിലുണ്ടായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ്
അല്ല, നമ്മുടെ കർത്താവ് തന്നെ നേരിട്ട് അവൾക്ക് വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ 4000-ലധികം മുറിവുകളെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഓരോ പാപത്തിൻ്റെയും മുറിവുകളായിരുന്നു ഈശോ തൻ്റെ ശരീരത്തിലെടുത്ത് പരിഹാരം ചെയ്തത്. ഹി ടുക്ക് മൈ സിൻസ്. ആ മുറിവിലേക്ക് നിന്റെ വേദന സമർപ്പിക്കണം. നമുക്കറിയാം ഈശോ സഹിച്ചവനാ. അത് നമ്മളെപ്പോലെ പകയും വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് സഹിച്ചവനല്ല, ക്ഷമിച്ചുകൊണ്ട് സഹിച്ചവനാ, അനുഗ്രഹിച്ചുകൊണ്ടാണ് സഹിക്കുന്നവൻ. സഹിക്കുന്നത് അവന് നമ്മളോട് സ്നേഹം കൊണ്ടുള്ള, അതാണ്ട് സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ സഹിക്കുന്നു. അതാണ് ആ സഹനത്തിൻ്റെ പ്രത്യേകത. സകല ശാപങ്ങളും അവൻ ഏറ്റെടുക്കുകയാണ്. അവന് കുരിശിൽ അവൻ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ വളരെ ഗൗരവമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഈശോയുടെ തിരുമുറിവിൻ്റെ വഴികൾ. നമുക്കറിയാം, ആദ്യമുണ്ടാകുന്ന തിരുമുറിവ് സ്വന്തം ശിഷ്യനിൽ നിന്നുണ്ടാകുന്ന മുറിവാണ്. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന മുറിവ്. നമ്മൾക്കും അത് ഈശോ നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവരാൽ വഞ്ചിക്കപ്പെട്ടവരാ. അതിൻ്റെ മുറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ സ്നേഹിതരാലും പ്രിയപ്പെട്ടവരാലും ആത്മസുഹൃത്തുക്കളാലും ജീവിത പങ്കാളിൽ നിന്നും മക്കളിൽ നിന്നുണ്ടായ മുറിവുകളുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്തുനിന്ന് വരുന്ന മുറിവുകൾ. ആ മുറിവുകളാണ് ഈശോ യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുമ്പോൾ സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവനോട് ക്ഷമിക്കുകയും അവനോട് അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈശോ നമ്മുടെ ആ മുറിവിന് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മെ സ്നേഹിക്കുകയാണ്, കാണിച്ചു തരികയാണ്. ഈശോ നമ്മൾ ക്ഷമിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. നമ്മൾ ഈശോയെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ വഞ്ചിച്ചിട്ടുണ്ടാകാം, ഒറ്റിക്കൊടുത്തിട്ടുണ്ടാകാം. അതിനും ഈശോ പരിഹാരം ചെയ്യുക. നമ്മൾ ഈശോയെ ഒറ്റിക്കൊടുത്തത് ഈശോ നമുക്ക് വേണ്ടി പരിഹാര ബലിയർപ്പിച്ച് നമ്മെ വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നത്, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. അതായത് അത് ഈശോ പറയുന്നത് വെറും കുരിശ് മരണ സമയത്തുണ്ടാകുന്ന സംഭവങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നമ്മൾ ഓരോരുത്തരും, അന്ന് ഭൂമിയിലുള്ളവരും അതിനു മുമ്പുള്ളവരും, ആദത്തിന്റെ കാലം മുതൽ ഈശോയുടെ കാലം വരെ ജനിച്ചവരും ഈശോയുടെ കാലം മുതൽ ലോകാവസാനം വരെ ജനിക്കാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ് ഈശോ കാൽവരി കുരിശിൽ 3 നാളുകൾ പടഞ്ഞുകൊണ്ട് അവൻ പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, നീ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെയാണ് നമ്മുടെ മേലുള്ള പാപങ്ങൾ മുഴുവനും അവൻ വീട്ടിയത്, മായ്ച്ചു കളഞ്ഞത്. അവൻ്റെ മുറിവ് കൊണ്ടവൻ അവൻ സഹനമെടുത്ത്, അവൻ കുരിശെടുത്ത്, മുറിവേറ്റെടുത്ത് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മെ വീണ്ടെടുത്തു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. അവിടെ തിരുക്കുരിശിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മക്കളെ, നമ്മുടെ മുറിവുകളും നമ്മളവിടെ ചേർത്ത് വെക്കണം. ഒരു ചങ്കിലെ മുറിവ് നമുക്കുണ്ടാകാം, ചില മായാത്ത ചില മുറിവുകൾ, ദുരുപയോഗിക്കപ്പെട്ട സംഭവങ്ങളാകാം, ചെറുതാക്കപ്പെട്ട സംഭവം, അപവാദ പ്രചരണങ്ങളാകാം, ഒരിക്കൽ തെറ്റ് ചെയ്തു പോയി, അറിയാതെ ദൈവോ തെറ്റ്, ജീവിതകാലം മുഴുവനും അതിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് മാനസിക പീഡകൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈ മുറിവുകളെല്ലാം കർത്താവിന് തിരുമുറിവിനോട് ചേർത്ത് ഈശോയെ പോലെ നീ സഹിക്കണം, നീ ഈശോയെ പോലെ ക്ഷമിക്കണം, നീ ഈശോയെ പോലെ പ്രാർത്ഥിക്കണം. ആ മുറിവുകളെ നീ ഒരു കൃപയുടെ മുറിവായിട്ട്, അനുഗ്രഹത്തിന്റെ മുറിവായിട്ട് മാറ്റണം. അതിലൂടെ ഒരു ജീവജലം ഒഴുകട്ടെ. പരിശുദ്ധാത്മാവ് ഒഴുകുന്ന എപ്പോഴറിയാമോ? നിന്റെ മുറിവിനെ നീ കർത്താവിൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ച്, ഏത് മുറിവായാലും, ഏത് വേദനയായാലും, ഏത് തിക്താനുഭവങ്ങളാണെങ്കിലും ആ മുറിവിനെ കർത്താവിൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ച് കർത്താവിനെ പോലെ നീ അവരോട് ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നിന്റെ ആ മുറിവ് തന്നെ ഒരു കൃപയുടെ നീർച്ചാലായിട്ട് ദൈവം മാറ്റും. നിന്റെ വേദന തന്നെ ദൈവം നിനക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറ്റും. ദൈവം നിനക്കൊരു അനുഗ്രഹമാക്കി മാറ്റിത്തരും. തുടർന്നുള്ള ഈ ആരാധന സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, നമ്മളിൽ വന്നിരിക്കുന്ന എല്ലാ വിഷമങ്ങളും സമർപ്പിക്കും. ഈ ദിവസങ്ങളിൽ നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും വിടുതലും സംഭവിക്കണം. എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ രോഗപീഠകളെ, പാപത്തിൻ്റെ സ്വാധീനങ്ങളെ സഭയിലൂടെ കിട്ടുന്ന സൗഖ്യം, അതായത് കുമ്പസാരത്തിലൂടെ അത് എടുത്തു മാറ്റുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സർവ്വവിധ പൈശാചിക പീഡകളും ബന്ധനങ്ങളും നമ്മളെ വിട്ടുപോകും. ദൈവത്തിൻ്റെ കരസ്പർശം നമുക്കുണ്ടാകും.
അതുകൊണ്ട് ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. രണ്ട് മുറിവിനെ നമ്മൾ ഒരു നാശമായിട്ട് കാണാതെ ഒരു അനുഗ്രഹമാക്കി മാറ്റണം. എങ്കിൽ നിന്നെ മുറിവേൽപ്പിച്ച ആ വ്യക്തിയോട് നീ ക്ഷമിക്കുക. നീ മുറിവേൽപ്പിച്ച വ്യക്തിയോട് നീ ക്ഷമ ചോദിക്കുക. എങ്കിൽ നിന്റെ ആ വേദന, ആ മുറിവൊരു കൃപയുടെ നീർച്ചാലായിട്ട് ഈശോയുടെ ചങ്കിലെ മുറിവിലൂടെ ചോരയും വെള്ളം ഒഴുകിയപ്പോൾ ആ ജലവും ആ രക്തത്തുള്ളികളും ഒരു ലോങ്കിനോസ് അവർ അന്ധൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തതുപോലെ നിനക്കുണ്ടായ എല്ലാ മുറിവുകളും ഇത് അഭിഷേകത്തിൻ്റെ മുറിവായിട്ട് തിരുമുറിവായിട്ട് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമുക്ക് ഈ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമ്മുടെ മുറിവ് മുഴുവനും ഒരു അനുഗ്രഹത്തിൻ്റെ മുറിവായിട്ട് മാറട്ടെ. വീണ്ടും ഞാൻ പറയുക, നമ്മളെ മുറിവേൽപ്പിച്ച ആളുകളോട് നിരുപാധികം ക്ഷമിച്ച് കഴിയുമ്പോഴാണ് ആ മുറിവുകൾ നമുക്കൊരു കൃപയുടെ ഒരു നീർച്ചാലായി രൂപാന്തരം പ്രാപിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മീട്ടിപ്പാടിടാം. മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മീട്ടിപ്പാടിടാം. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകലും നിർമ്മല നിമിഷമിതാ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമുക്ക് സ്തുതിക്കാൻ ഒരു കരം ഉയർത്തുന്നു. ആരാധന ആരാധന ഹല്ലേലൂയ, ആരാധന. ആന്തരിക മുറിവുകളെല്ലാം സുഖം പ്രാപിക്കട്ടെ. അഗാധമായ മുറിവുകളെല്ലാം സുഖം പ്രാപിക്കട്ടെ. ജീവിത പങ്കാളികളുണ്ടായ മുറിവ്, മാതാപിതാക്കളുണ്ടായ മുറിവ്, സഭയിലൂടെയുണ്ടായ മുറിവുകൾ, വൈദികരിലൂടെ ഉണ്ടായ മുറിവുകൾ, ആത്മാവിലൂടെയുണ്ടായ മുറിവുകൾ, ദൈവജനത്തിലൂടെ ഉണ്ടായ മുറിവുകൾ, പ്രിയപ്പെട്ടവരിലൂടെ ഉണ്ടായ മുറിവുകൾ, സ്നേഹിതരിലൂടെ ഉണ്ടായ മുറിവുകൾ, സ്വന്തം ജീവിത കുടുംബാംഗങ്ങളുടെ ഉണ്ടായ മുറിവുകൾ, സഹോദരനുണ്ടായ മുറിവുകൾ, ഭാര്യയിൽ നിന്നുണ്ടായ മുറിവുകൾ, തിക്താനുഭവങ്ങൾ, ഭർത്താവിൽ നിന്നുണ്ടായ മുറിവുകൾ, ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടായ മുറിവുകൾ, ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നുണ്ടായ മുറിവുകൾ, സ്വന്തം മക്കളിൽ നിന്നുണ്ടായ മുറിവുകൾ, ജോലി സ്ഥലത്തുണ്ടായ മുറിവുകൾ, ചതിയുടെ അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ, വഞ്ചനയുടെ അനുഭവങ്ങൾ, ആ മുറിവുകളെല്ലാം ഈശോയുടെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളെല്ലാവരോടും ക്ഷമിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു, നിരുപാധികൾ ക്ഷമിക്കുന്നു. ആ മുറിവുണക്കണമേ, സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ബന്ധനങ്ങൾ അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോ അനുഗ്രഹിക്കണം. ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണം. ഹല്ലേലൂയ. ഒറ്റവിളി ഈശോയെ സ്തുതിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. എൻ ജീവിത ദുഃഖങ്ങൾ തിരു കൈകളിലേകിടുന്നു. എൻ ജീവിത ദുഃഖങ്ങൾ തിരു കൈകളിലേകിടുന്നു. എൻ്റെ
തരേണമേ, സൗഖ്യം തരേണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. ഇത് ഞങ്ങളുടെ പേരയുടെ സാന്നിധ്യം കടന്നു വരണം. സഭയിലേക്ക് കടന്നു വരണം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണം. ഇളകി പറഞ്ഞിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും നീ നടന്നു വരണം. ശാന്തമാക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അടിച്ചു മാറ്റണമേ. സാധാരണ പീഡനം അടിച്ചു മാറ്റണമേ. ഈ സമയത്ത് ഈശോയെ കിടപ്പ് രോഗികളുടെ അടുക്കലേക്ക് ചെല്ലണമേ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ അടുക്കൽ ചെല്ലണമേ. ഭവനത്തിൽ രോഗികളായ മക്കളെ ചെല്ലണം. സ്പർശിക്കണമേ. മാരക പാപത്തിൽ കഴിയുന്ന മക്കൾ, അന്ന് അവരെ രോഗങ്ങൾ പേറുന്ന മക്കൾ, മക്കളുടെ അടുക്കൽ ചെന്ന് അവരെ സുഖപ്പെടുത്തണേ. ഞങ്ങളുടെ തഴക്ക ദോഷങ്ങൾ പാപബന്ധനങ്ങൾ അഴിച്ചു മാറ്റി തരണേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. എൻ ഭാവിയും സ്വപ്നങ്ങളും പിടിച്ച് പ്രാർത്ഥിക്കാം. തിരു കൈകളിലേകിടുന്നു. എൻ ഭാവിയും സ്വപ്നങ്ങളും തിരു കൈകളിലേകിടുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാ വരേണമേ, എന്നെ സുഖമാക്കണേ. നാഥാ വരേണമേ, എന്നെ സുഖമാക്കണേ. സുഖം പ്രാപിക്കട്ടെ. വിളിക്കുന്നു രോഗികൾ സുഖം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. വലിയ ബന്ധനം അടിയട്ടെ. നാട്ടുരോഗങ്ങൾക്ക് സുഖം പ്രാപിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് രോഗശാന്തികൾ ലഭിക്കട്ടെ. ഫിറ്റ്സ് രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളൊക്കെ സുഖം പ്രാപിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങളെല്ലാം അടിഞ്ഞു പോകട്ടെ. കടബാധ്യതയുടെ ബന്ധനങ്ങൾ അടിയട്ടെ. ജോലി പ്രശ്നങ്ങൾ മാറട്ടെ. വിവാഹ പ്രശ്നങ്ങൾ മാറട്ടെ. കുടുംബ സമാധാനം മാറട്ടെ. ദേശത്ത് കുടുംബ സമാധാനം മാറട്ടെ. ഓരോ കുടുംബങ്ങളും ദൈവത്തിന്റെ മഹത്വമേറിയ സാന്നിധ്യം ഇറങ്ങി വരും. ഒറ്റ വിളിച്ചോയേ. ആകുലങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളിലേക്ക് കൊടുക്കാം. ഉയർത്തി കുറിച്ച് എൻ ഭാവിയും സ്വപ്നങ്ങളും തിരു കൈകളിലേകിടുന്നു. എൻ ഭാവിയും സ്വപ്നങ്ങളും തിരു കൈകളിലേകിടുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാ വരേണമേ, എന്നെ സുഖമാക്കണേ. നാഥാ വരേണമേ, നേർവഴികാട്ടണേ.
നേർവഴി കാട്ടേണമേ. നാഥാ വരേണമേ, നേർവഴി കാട്ടേണമേ. ഇടപെടുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ കൊടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ വിഷമങ്ങളും കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.